ഞങ്ങളുടെയൊക്കെ കേട്ടറിവ് വെച്ച് ഞങ്ങൾ ശരിക്കും സാറിന് പക്ക ഒരു നാടൻ മനുഷ്യനായതുകൊണ്ട് ഞാനൊരു ചെറിയൊരു നാടൻ മീൻകറിയാണ് സാറിന് ചെയ്തേക്കുന്നത്. സാറിന് ശരിക്കും ഫുഡ് നാടനാണോ ഇഷ്ടം അതോ? എനിക്ക് നാടൻ ഭക്ഷണം തന്നെയാണ് ഇഷ്ടം. ഉച്ചയ്ക്ക് കുറച്ച് ചോറും മരിച്ചേനയും മീൻകറിയും കിട്ടിയാൽ സന്തോഷം. അത് മതി. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഓക്കെ. ഇപ്പം ശരിക്കും സാർ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ മന്ത്രിയായിട്ടാണ് സാർ ഇരിക്കുന്നത്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് സാറിൻ്റെ വ്യക്തിപരമായി സാർ രാഷ്ട്രീയത്തിലേക്ക് വന്നതും കടകംപള്ളി എന്ന സ്ഥലത്ത് സാർ വളർന്നതും സ്കൂൾ വിദ്യാർത്ഥിയും കോളേജ് വിദ്യാർത്ഥിയും ഒക്കെയാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത്. സാർ അപ്പോൾ സ്കൂൾ തൊട്ട് സാർ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഞാൻ ജനിച്ചത് കടകംപള്ളി വില്ലേജിൽ തന്നെയാണ്. അത് ഇന്നിപ്പോൾ കൊച്ചുവേലി എന്ന് പറയും. കൊച്ചുവേലി എന്ന് പറയുന്നത് നമ്മുടെ മാധവപുരത്തൊരു ബോട്ട് ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1-1.5 കിലോമീറ്ററിൻ്റെ കൊച്ചുവേലിയിലേക്ക് വരുന്ന വഴിക്ക് ആ സ്ഥലത്താണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം അതിനടുത്ത് തന്നെയായിരുന്നു. ശംഭുവട്ടം LPS എന്ന് പറയും. ഇപ്പം സ്കൂളില്ല കേട്ടോ, ആ സ്കൂള് അടഞ്ഞുപോയി. എൻ്റെ അപ്പർ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം മാധവപുരത്തെ ഒരു UP സ്കൂളിലായിരുന്നു. അന്ന് ആ സ്കൂൾ വളരെ നല്ല നിലയിൽ നടന്ന സ്കൂളായിരുന്നു. ആ UPS വലിയ വേലിയിൽ നിന്നൊക്കെ തന്നെ മറ്റെല്ലാ പ്രദേശങ്ങളിൽ നിന്നും കുട്ടികൾ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കാനായിട്ട് അവിടെ വന്നു. അല്ല, അതൊരു സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു. ഒരു വാസാർ എന്നൊക്കെ പറയുന്ന നാട്ടിലെ വലിയൊരു പ്രമാണിയായിട്ടുള്ള ഒരാൾ നടത്തിയ സ്കൂളായിരുന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചെന്ന് ആ സ്കൂളും അടഞ്ഞുപോയി, പൂട്ടിപ്പോയി. പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെയിൻറ്റ് ജോസഫ്സിലാണ് നടത്തിയത്. 8, 9, 10 സെയിൻറ്റ് ജോസഫ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ശ്രീനാരായണ കോളേജിൽ ചേർന്നു. ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ ഡിഗ്രിക്ക് മലയാളം ഐച്ഛികമായിട്ടെടുത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. അതോടുകൂടി പഠനമൊക്കെ അവസാനിപ്പിച്ചു. സാറിന് ഈ രാഷ്ട്രീയത്തിലേക്ക് സാർ വന്നത് ശരിക്കും എല്ലാവരും പറയും കോളേജിലാണ്. ഇല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ വരാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛനൊരു ഒരു 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 കമ്മ്യൂണിസ്റ്റായിരുന്നു. അച്ഛനൊരു പാവം ഒരു തൊഴിലാളിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ തന്നെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് അതിൻ്റെ നിർമ്മാണഘട്ടം മുതൽ അച്ഛനവിടെ പണിക്ക് വേണ്ടി വന്നതാണ്. പിന്നീട് അവിടുത്തെ ഫാക്ടറി തൊഴിലാളിയായി. അച്ഛനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു, പാർട്ടി അംഗവുമായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ അച്ഛൻ്റെ പാർട്ടി പ്രവർത്തനം എന്നെ കുറച്ചൊന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. അതായിരുന്നു പാർട്ടിയിലേക്കും മറ്റുമൊക്കെ വരാനുള്ള ഒരു കാരണമായിട്ട് വന്നത്. പിന്നെ കോളേജിലൊക്കെ ഞാൻ സംഘടനാ പ്രവർത്തകനൊന്നും ആയിരുന്നില്ല. കോളേജിലൊരു വിദ്യാർത്ഥി മാത്രമായിരുന്നു അത്യാവശ്യം. നാട്ടിലെ യുവജന സംഘടനയുടെയൊക്കെ പ്രവർത്തകനായിട്ടും വായനശാല പ്രവർത്തകനായിട്ടും ഒക്കെ തന്നെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അക്കാലത്താണ് അടിയന്തരാവസ്ഥ വന്നത്. ഒരുപക്ഷെ ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനാകാനായിട്ട് ഇടയായത് അടിയന്തരാവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അടിയന്തരാവസ്ഥയുടെ കാലത്ത് എന്തോ അങ്ങനൊരു തീരുമാനം ഞാൻ സ്വമേധയാ സ്വീകരിച്ചു എന്നാണ് തോന്നുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ഈ ട്യൂഷൻ സെൻറ്ററുകൾ, ട്യൂട്ടർ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാനും പോയത്. മലയാളം അധ്യാപകനായിരുന്നു ഞാൻ. മലയാളം നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെന്നാണ് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു ട്യൂട്ടർ കോളേജുകളിലൊക്കെ. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ യുവജന സംഘടന KSYF എന്നുള്ള സംഘടനയായിരുന്നു. ഈ DYFIയുടെ പഴയ രൂപമായിരുന്നു കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷൻ. അതിൻ്റെ യൂണിറ്റിൻ്റെ സെക്രട്ടറി, വില്ലേജ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഒക്കെ ആയിട്ട്, അതിൻ്റെ താലൂക്ക് കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കാലത്താണ് അടിയന്തരാവസ്ഥ വന്നത്. അടിയന്തരാവസ്ഥ വന്ന സമയത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് ഇടപെടാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടൊരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഓക്കെ സർ, ഈ അന്നത്തെ കാലത്തൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇന്ന് അത്രയും പാടില്ല. അന്ന് വരുമ്പോൾ കുറച്ചൊക്കെ ഇച്ചിരി സ്ട്രഗ്ലിംഗ് ഉണ്ട് ആ രാഷ്ട്രീയത്തിലേക്ക് കയറാൻ. ഇപ്പം ഈ പോലീസുകാർ അടിക്കുകയും പിടിക്കുകയും അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ സാറിന് അത് ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പൂർണ്ണസമയ പ്രവർത്തകൻ ആയത് തന്നെ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. ആ മർദ്ദനങ്ങളൊക്കെ ഏൽക്കുന്നതിലുള്ള ഒരു എന്താ പറയുക, ഒരു ത്രില്ലാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച 75 ജൂൺ 26-ാം തീയതി അന്ന് ഞങ്ങളൊരു പ്രകടനം നടത്തി. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രകടനം പേട്ടയിൽ നിന്ന് പ്രകടനം നടത്തി. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ കേരള കൗമുദി ഓഫീസിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് പോലീസുകാർക്ക് അറിയില്ലായിരുന്നു.
അപ്പോൾ പെട്ടെന്ന് പോലീസ് ആക്റ്റീവായി എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം അവർക്ക് കിട്ടി. ഭീകരമായിട്ടുള്ള മർദ്ദനം നടന്നു. ഒരു അടിവയറ്റിലൊരു ആഞ്ഞു കുത്ത് ലാത്തി കൊണ്ട് കിട്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് നല്ല പനിയുള്ളൊരു ദിവസമായിരുന്നു. പക്ഷേ പ്രകടനത്തിന് പോകാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പ്രകടനത്തിന് പോവുകയാണ് ഉണ്ടായത്. അതെന്നെ എനിക്ക് ഒരു വലിയ കുഴപ്പമായി. ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു. പനി അങ്ങ് കൂടി, ഏതാണ്ട് മരിച്ചു പോകുമെന്ന് പറയുന്നതായിട്ടുള്ളൊരു ഘട്ടം പോലും ആയി. പിന്നെ അതിൽ നിന്നൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു വരികയാണ് ഉണ്ടായത്. 1-2 മാസക്കാലം ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വന്നു. ഏതാണ്ട് 2 മാസത്തോളം. ഡോക്ടർ റേച്ചൽ മത്തായി, പിന്നീട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടൊരിക്കൽ മത്സരിച്ച റേച്ചൽ മത്തായി ആയിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ എന്നെ ചികിത്സിച്ച ഡോക്ടർ. അവരൊരു അമ്മയെപ്പോലെ ചികിത്സിച്ചു എന്നുള്ളതാണ്. അവരുടെ ചികിത്സ കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്. ജനറൽ ഹോസ്പിറ്റലായിരുന്നു അത്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. കുറച്ച് നാൾ കഴിഞ്ഞാണ് അടിയന്തരാവസ്ഥയുടെ 1ാം വാർഷികം. ആ വാർഷികത്തിന് നിയമസഭ കൂടുന്നുണ്ടായിരുന്നു. നിയമസഭയുടെ മുന്നിൽ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് അന്ന് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചു. അങ്ങനെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും പ്രകടനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി. ഹോസ്പിറ്റലൈസ് ചെയ്ത് വീട്ടിൽ പോയി ഒരു 1-2 മാസം കഴിഞ്ഞു. ഒരു വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നും ഞങ്ങൾ 10-26 പേരേ ഉണ്ടായിരുന്നുള്ളൂ പ്രകടനം നടത്താൻ. എല്ലാവരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഭീകരമായിട്ട് മർദ്ദിച്ചു. പിന്നെയും ഭീകരമായിട്ടുള്ള മർദ്ദനം. 4 മാസക്കാലം ജയിലിലടച്ചു. അതോടുകൂടി ഒരു പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അങ്ങ് മാറി എന്നുള്ളത്. ശരിക്കും ഇത്രയും മുറിവേൽക്കുമ്പോഴും ഇത്രയും വേദന സഹിക്കുമ്പോഴും നമുക്ക് ശരിക്കും ഒരു മനുഷ്യനെ നിലയ്ക്ക് ഒരു മടുപ്പ് തോന്നാം. ഇത് ഇത്രയും വേദന സഹിക്കണോ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴത് വേണ്ട, നമുക്ക് പ്രൊഫസറായിട്ട് മലയാളം പ്രൊഫസറായിട്ട് പോയിക്കൂടെ എന്നൊന്നും സാറിന് ഡൈവേർട്ട് ചെയ്യാൻ തോന്നിയില്ല? ഇല്ല, യഥാർത്ഥത്തിൽ നമുക്കൊരു റൈറ്റ് കോസിന് വേണ്ടിയിട്ടാണല്ലോ. അതാണ് അന്നത്തെ കുറച്ചുകൂടെ ചെറുപ്പമല്ലേ, ചെറിയ ഒരു പയ്യനല്ലേ. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ ഭരണമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. യുവജനങ്ങൾക്ക് തൊഴിലില്ല, പട്ടിണി, ദാരിദ്ര്യം. പിന്നെ ആ അടിയന്തരാവസ്ഥയുടെ ആ നാളുകളിലാണ് വലിയ ക്രൂരതകൾ അരങ്ങേറിയത്. ഡൽഹിയിലും മറ്റുമെല്ലാം തന്നെ ചേരി പ്രദേശങ്ങളെല്ലാം ഇടിച്ചു നിരത്തി ഇങ്ങനെ ഒട്ടനവധി അന്യായങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കണം, അതിനെതിരായിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പൊതുബോധമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതെ, ആ ഒരു ബോധമാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാനും സജീവമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നിൽക്കാനും എല്ലാം പ്രേരിപ്പിച്ചത്.